Hello everyone, welcome to G-Board Plus One Humanities. It's me Nafi. എല്ലാവർക്കും മക്കളെ G-Board Plus One Humanities ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. നമുക്കിനി +1 ക്രിസ്മസ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസമുള്ളൂ. ആ +1 ക്രിസ്മസ് എക്സാമിന് ഹിസ്റ്ററിയിൽ നിന്ന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ടോപ്പിക് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഈ ഓരോ ലൈവിന് ശേഷമുള്ള ലൈവ് നോട്ടുകൾ, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ക്രിസ്മസ് എക്സാമിൻ്റെ സ്പെഷ്യൽ ബാച്ചിൽ നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫിൽ നിന്ന് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ഈ ഒരു ഷോർട്ട് നോട്ട് അബൌട്ട് ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസ്സപ്പൊട്ടോമിയയിലെ എഴുത്ത് സമ്പ്രദായത്തെ കുറിച്ചൊരു എസ്സേ എന്ത് ചെയ്തേക്കാം, 8 മാർക്ക് ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ, +1 നിങ്ങൾക്ക് 8 മാർക്കിൻ്റെ എസ്സേ ഉണ്ടാകും. ആ 8 മാർക്കിൻ്റെ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് എന്ത്, റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസ്സപ്പൊട്ടോമിയയുടെ എഴുത്ത് സമ്പ്രദായത്തെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്ത് നിങ്ങൾ ഇത് റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസ്സപ്പൊട്ടോമിയയുടെ എഴുത്ത് വിദ്യയുടെ പേര് ഒന്ന് കമൻറ്റ് ബോക്സ് നിങ്ങൾ എന്ത് ചെയ്തേ, ഒന്ന് ടൈപ്പ് ചെയ്തേ. യെസ്, ഏതാണ്, ക്യൂണിഫോം ആണ്. അപ്പോൾ ക്യൂണിഫോം എന്താ നിങ്ങൾ എഴുതണം. അതേപോലെ ക്യൂണിഫോമിൻ്റെ ഫീച്ചേഴ്സിൽ, ക്യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താ, സിമ്പിൾസ് ആണല്ലേ, ചിത്രങ്ങളാണ്. അതായത് കാക്ക കാക്ക കീ കീ കൂക്കു എന്നൊക്കെ പറഞ്ഞാൽ അക്ഷരങ്ങളല്ല, പകരം എന്താണ്, സിമ്പിൾസ് ആൻഡ് സൈൻസ് അഥവാ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ക്യൂണിഫോം. ഈ ക്യൂണിഫോം എന്തിന്റെ മുകളിലാണ് എഴുതിയിട്ടുള്ളത്, ടാബ്ലറ്റ്സ് ഓഫ് ക്ലേ, കളിമൺ ഫലകത്തിന് മുകളിലാണ് എന്ത് ചെയ്തത്, ക്യൂണിഫോം എഴുതിയിട്ടുള്ളത്. വിത്ത് റീഡ്, ഒരു എഴുത്താണ് ഉപയോഗിച്ചിട്ട് വെറ്റ് ടാബ്ലറ്റ്സ് ഓഫ് ക്ലേ, നനഞ്ഞ കളിമൺ ഫലകത്തിന് മുകളിലാണ് എഴുതിയിട്ടുള്ളത്. അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഓരോ കാര്യത്തിനും ഓരോരോ ചിഹ്നങ്ങൾ എന്ത് ചെയ്യാണ്, ഉപയോഗിക്കുകയാണ് ചെയ്യുക. ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, 8 മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് മാത്രം, അതിന് കൂടെ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, യൂസസ് ഓഫ് റൈറ്റിംഗ്, ഈ എഴുത്തിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ആഡ് ചെയ്യണം. ഈ യൂണിഫോം എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ചത് അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുക. പിന്നെ ഈ ഒരു ഹോംവർക്ക്, ഈ ഒരു ക്വസ്റ്റിന്റെ 2 മാർക്കാണ്. അതായത് ഞാനൊരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. 2 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ് സിറ്റീസ് ഓഫ് മെസ്സപ്പൊട്ടോമിയയിലെ നഗരങ്ങളെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റഡി അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേഗം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിസ്മസ് എക്സാമിന്റെ സ്പെഷ്യൽ +1 സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്, അത് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. പിന്നെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് പിന്നെ എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വരാൻ കൂടുതൽ ചാൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാറുണ്ട്, 8 മാർക്കിന് പല തവണ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. അതായത് ലെഗസി ഓഫ് ഇസ്ലാം, ദ ലേണിംഗ് ആൻഡ് കൾച്ചർ ഏരിയാസ് ടു ബി കൺസിഡേർഡ്. അതായത് പഠനത്തിന് സംസ്കാരത്തിന് ഇസ്ലാമിന്റെ പൈതൃകം വിശദീകരിക്കുക. ഏതൊക്കെയാണ് പരിഗണിക്കേണ്ട മേഖലകൾ, ആർക്കിടെക്ചർ ആൻഡ് ലിറ്ററേച്ചർ, വാസ്തുശില്പകലയും സാഹിത്യവും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എസ്സേ എഴുതാൻ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ആ സമയത്ത് അബ്ബാസിർ പീരീഡിലാണ് എന്ത് ചെയ്തത്, ഇസ്ലാമിക് ലിറ്ററേച്ചർ ആൻഡ് ആർക്കിടെക്ചർ അല്ലേ, ഇസ്ലാമിക സാഹിത്യവും വാസ്തുവിദ്യയും ഏറ്റവും കൂടുതൽ വികസിച്ചത് ഏത് ടൈം പീരീഡിലാണ്, അബ്ബാസിഡ് ടൈം പീരീഡിലാണ്. അപ്പോൾ ഈ സമയത്ത് ഉണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കാം. അതായത് ആ സമയത്ത് ബുക്കുകളുടെ പേര്, ആ സമയത്ത് എഴുതപ്പെട്ട ബുക്കുകൾ, ഇബ്നു സീനയുടെ കാനൺ ഓഫ് മെഡിസിൻസ് എന്ന് പറഞ്ഞ പുസ്തകം, അതേപോലെ തന്നെ അബു നുവാസിൻ്റെ പേർഷ്യൻ പോയട്രി, പേർഷ്യൻ കവിതകൾ, റുദാക്കി, അങ്ങനെ ഈ ആളുകൾ ഓരോ ആളും അവർ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടേബിൾ അങ്ങോട്ടേക്ക് പഠിച്ചു നോക്കുക. ഈ ടേബിളിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ടേബിൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ് ആക്കിയിട്ട് എഴുതിട്ട്. അതായത് അൽ ബിറൂൻ്റെ പുസ്തകമാണ് തഹ്ഖീഖ് അൽ ഹിന്ദ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. പിന്നെ അതേപോലെ തന്നെ മസൂദിയുടെ പുസ്തകമാണ് ബുറൂജ് അൽ ദഹബ്. ഇങ്ങനെയുള്ള ഓരോ പുസ്തകത്തെക്കുറിച്ചും, ആ പുസ്തകം എഴുതിയ ആളെ കുറിച്ചും, ആ പുസ്തകത്തിൽ എന്താണ് പറഞ്ഞതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് വെക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഫുൾ മാർക്ക് കിട്ടുക. പിന്നെ ആർക്കിടെക്ചർ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ ഏറ്റവും കോമൺ ഫീച്ചർ എന്താ, ആർച്ച്, ഡോംസ്, മിനാരൈറ്റ്സ് ആൻഡ് ഓപ്പൺ കോർട്ട്യാർഡ് അല്ലേ. ഒരു താഴിക കൂടെ ഉണ്ടാവും, ഒരു മിനാരം ഉണ്ടാവും, ഒരു കമാനം ഉണ്ടാവും, ഒരു നടുമുറ്റം ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർന്നാണ് ഇസ്ലാമിക് ആർക്കിടെക്ചർ അഥവാ ഇസ്ലാമ വാസ്തുശില്പകല എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ്സും കൂടി അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, എസ്സേ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ കിട്ടുള്ളൂ കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റഡി അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം കേട്ടോ. പിന്നെ എസ്സേ ചോദിക്കാൻ മോസ്റ്റ് പ്രോബിലിറ്റി കൂടിയ ചാപ്റ്റർ ആണ് 3 ഓർഡേഴ്സ് എന്ന് പറയുന്ന 3 ക്രമങ്ങളുടെ ചാപ്റ്റർ. അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ 8 മാർക്ക് ചോദിച്ചാണ്. അനലൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് 3 ഓർഡേഴ്സ് ഇൻ ദ മിഡീവൽ യൂറോപ്യൻ സൊസൈറ്റി അല്ലേ. മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ 3 ക്രമങ്ങളുടെ സവിശേഷത വിശകലനം ചെയ്യുക. പല രീതിയിൽ പല തവണ 8 മാർക്കും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത് കണ്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഈ 3 ഓർഡർ പറഞ്ഞ ഏതൊക്കെയാണ് അല്ലേ, ക്ലർഗീസ്, അതേപോലെ നോബിൾസ് അഥവാ പെരോഹിതന്മാര്, പിന്നെ പ്രഭുക്കന്മാര്, പെസൻസ് അഥവാ കർഷകർ. ക്ലർഗീസ് പറഞ്ഞാലാണ് വൈദികരെല്ലാം പുരോഹിതന്മാരാണ്, നോബിൾസ് അഥവാ പ്രഭുക്കന്മാരാണ്, പെസൻസ് അഥവാ കർഷകരാണ്. ഈ 3 വിഭാഗത്തെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓർഡർ അഥവാ പുരോഹിത വർഗ്ഗത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ പോയിന്റ്സ് ഒക്കെ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതായത് എന്താണ്, ആർക്കൊക്കെ പുരോഹിതന്മാരാകാൻ പറ്റും, അവരൊരു ടാക്സ് അഥവാ നികുതി പിരിച്ചിരുന്നു, ആർക്കൊക്കെയാണ് പുരോഹിതന്മാരാകാൻ പറ്റാത്തത്, ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അത് മാത്രമല്ല, ഈ ഒരു പുരോഹിതന്മാർ തന്നെ സിമ്പിൾ ലൈഫിൽ എട്ട് ചെയ്തിരുന്ന മോങ്സ് അഥവാ സന്യാസിമാരെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സെക്കൻഡ് ഓർഡർ ആരാണ്, നോബിൾസ് അഥവാ പ്രഭുക്കന്മാരാണ്. അവരെന്താണ്, ഒരു ആശ്രിതാവസ്ഥ അല്ലെങ്കിൽ ഒരു ടെനറ്റ്സ്,
അവരുടെ ഭൂമി എന്ത് ചെയ്യുക, കർഷകർക്ക് ലീസിന് കൊടുത്തിട്ടായിരുന്നു അവർ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഈ പ്രഭുക്കന്മാരിൽ നിങ്ങൾ ആരെക്കുറിച്ച് ആഡ് ചെയ്യണം, അവർ താമസിക്കുന്ന വീടായിട്ടുള്ള മാനോറിയൽ എസ്റ്റേറ്റിൻ്റെ പോയിന്റ്സ് നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതേപോലെ തന്നെ നൈറ്റ്സ് അഥവാ നൈറ്റുകളെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ പ്രഭുക്കന്മാർ അഥവാ നോബിൾസിൻ്റെ സവിശേഷത, അവരുടെ വീടായിട്ടുള്ള മാനോറിയൽ എസ്റ്റേറ്റിൻ്റെ ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ എന്ത് നൈറ്റുകളെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വാരിയേഴ്സിൽ യോദ്ധാക്കളായിട്ടുള്ള ആളുകളായിരുന്നു അവരെ നൈറ്റ്. പിന്നെയാണ് തേർഡ് ഓർഡർ അഥവാ മൂന്നാമത്തെ ക്രമം, അതായത് കർഷകർ, ഫ്രീ ആൻഡ് അൺഫ്രീ പെസൻസ് ഇല്ല, സ്വതന്ത്രരായിട്ടുള്ള കർഷകരുണ്ട്, അസ്വതന്ത്രരായിട്ടുള്ള കർഷകരുണ്ട്. ഈ ഭാഗങ്ങളും എന്ത് ചെയ്യാം, എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ കൂടി ഇതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് വെക്കണം കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടെ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. പിന്നെ 7th ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എക്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇങ്ങനത്തെ വലിയൊരു ക്വസ്റ്റൻ, അതായത് ഇത്രയും ഹിൻറ്റുകൾ നിങ്ങൾ അതിൽ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത്രയും ഹിൻറ്റുകൾ നിങ്ങൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തൊക്കെ ആഡ് ചെയ്യണം, അത് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഹ്യൂമനിസം, സർവകലാശാലയും മാനവയും തമ്മിലുള്ള ബന്ധം ആഡ് ചെയ്യണം. അതേപോലെ തന്നെ എന്ത് ആഡ് ചെയ്യണം, ഈ പോയിന്റ്സ് ഒക്കെ അതിലേക്ക് ആഡ് ചെയ്യണേ. അതേപോലെ തന്നെ എന്ത് ആർക്കിടെക്ചർ ആണ്, റിനൈസൻസ് പീരീഡ്, നവോത്ഥാന കാലഘട്ടത്തിൽ ഉണ്ടായ വാസ്തുവിദ്യയെക്കുറിച്ചിട്ടും, അതേപോലെ തന്നെ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ആസ്പിരേഷൻ ഓഫ് വിമൻ, അതായത് സ്ത്രീകളുടെ അവസ്ഥകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, 8 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പോയിന്റ്സ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സുകൾ ആവശ്യമാണ്. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ എജ്യൂപോയിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യട്ടെ. എജ്യൂപോയിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിന് നോട്ടുകളും കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. ലൈവായിട്ടും റെക്കോർഡായിട്ടും വൺ ഷോട്ട് ആയിട്ടും PYQs ആയിട്ടും ക്ലാസ്സുകളുണ്ട്. ഈ ക്ലാസ്സുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുക്കുക. +1 ക്രിസ്മസ് എക്സാം സീരിയസ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് +1ൻ്റെ പബ്ലിക് എക്സാമും അടിപൊളിയാക്കി എഴുതാൻ പറ്റുള്ളൂ. ഇതേപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോന്ന് 8 മാർക്കിനാണ് എസ്സേ ചോദിക്കുക. 8 മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് 8 മാർക്കിന് എന്ത് ചെയ്യുള്ളൂ, ഓരോന്നും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ആ ഒരു കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ. ഇനി +1 ക്രിസ്മസ് എക്സാമിന് ഹ്യൂമാനിറ്റീസിൻ്റെ സിലബസ് അറിയാത്ത ആളുകളാണെങ്കിൽ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ nafi.edu ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സെറ്റ് ആക്കാം. ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കൂടുതൽ കാര്യം സെറ്റ് ആവും. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.